പ്രതിദിനം ദശലക്ഷം ലിറ്റർ വെള്ളം ഉപയോഗിച്ച് ഒരു മദ്യനിർമ്മാണ കമ്പനി ആരംഭിക്കേണ്ട ആവശ്യകത എന്താണ് എന്നാണ് എൻ്റെ ചോദ്യം. സംസ്ഥാന ഗവൺമെന്റ് വലിയ ഒരു അഴിമതിക്കാണ് കളമൊരുക്കുന്നത്. 2022 ഈ ഒയാസിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഇൻഡോർ കേന്ദ്രമായി, മധ്യപ്രദേശിലെ ഇൻഡോർ കേന്ദ്രമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒയാസിസ് പ്രൈവറ്റ് ലിമിറ്റഡ് അന്ന് അപേക്ഷ നൽകിയിരുന്നു. 2022 ഇവരെ എത്തനോൾ നിർമ്മാണത്തിനും ബോട്ടിലിംഗ്, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന്റെ ബോട്ടിലിംഗ് പ്ലാന്റിനും സ്പിരിറ്റ് നിർമ്മാണത്തിനും ബിയർ ആൻഡ് വൈൻ നിർമ്മാണത്തിനുമൊക്കെയാണ് ഇവർ അനുമതി ചോദിച്ചത്. അന്ന് സംസ്ഥാന ഗവൺമെന്റ് അവരുടെ അപേക്ഷ തള്ളിക്കളഞ്ഞു. കാരണം അന്ന് മദ്യനയത്തിൽ മാറ്റം വരുത്തിയില്ലായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, 2019 ഞാൻ പ്രതിപക്ഷ നേതാവ് എന്ന സമയത്താണ്, 2018 അന്ന് കണ്ണൂര് വാരത്തടക്കം 4 പുതിയ ബ്രൂവറികളും ഡിസ്റ്ററികളും ആരംഭിക്കാൻ തീരുമാനമെടുത്തു. വെള്ളക്കടലാസിൽ അപേക്ഷ വാങ്ങി മുഖ്യമന്ത്രി ഒപ്പിട്ട് കൊടുത്ത് തീരുമാനമെടുത്തതിനെതിരെ ശക്തമായി ഞാനും പ്രതിപക്ഷം വന്ന് രംഗത്ത് വന്നപ്പോഴാണ് അവസാനം മുഖ്യമന്ത്രിക്ക് അത് ക്യാൻസൽ ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ഇത്തവണ 2022 ഈ അപേക്ഷ റിജക്റ്റ് ചെയ്തത് തന്നെ മദ്യനയത്തിൽ മാറ്റം വരുത്തി കൊടുക്കാനായിരുന്നു. എന്റെ ചോദ്യം, എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് ഒയാസിസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുമായി ചർച്ച നടത്തിയിട്ടാണോ മദ്യനയത്തിൽ മാറ്റം വരുത്തിയത്? അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഈ നയത്തിൽ മാറ്റം വരുത്തിയത്. അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നയത്തിൽ മാറ്റം വരുത്തി. 2022 റിജക്റ്റ് ചെയ്ത കമ്പനിയുമായി മന്ത്രി സംസാരിച്ചിട്ടുണ്ടോ? മന്ത്രി വ്യക്തമാക്കണം. ആ സംസാരത്തിന്റെ വെളിച്ചത്തിലല്ലേ പുതിയതായി മദ്യനയത്തിൽ മാറ്റം വരുത്തിയത്? മദ്യനയത്തിൽ മാറ്റം വരുത്തിയ ശേഷം അത് നിയമപരമായി ചെയ്യാനാണ് ക്യാബിനറ്റിൽ കൊണ്ടുപോയത്. 2018 ഒരു നിയമവും പാലിക്കാതെ ബ്രൂവറികളും ഡിസ്റ്ററികളും അനുവദിച്ചതിനെ ചോദ്യം ചെയ്ത നടപടി ഓർത്തുകൊണ്ടാണ് ഇത്തവണ നിയമപരമായി ചെയ്യാൻ മുന്നോട്ട് വന്നത്. ഫലത്തിലുള്ള സ്ഥിതി എന്താണ്? ആ പ്രദേശത്തെ ജനങ്ങൾക്ക് കുടിക്കാൻ ഒരു തുള്ളി വെള്ളം പോലും ഇനിയും കിട്ടാൻ പോകുന്നില്ല.